എല്ലാവരും ഇരിക്കുക. പ്രിയമുള്ളവരെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ പഴയ കാലങ്ങൾ തിരിച്ചു കിട്ടിയ പോലുള്ളൊരു അനുഭവമാണ്. കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ ഈശോയുടെ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണത്. പണ്ടിതുപോലെ പ്രാർത്ഥിക്കുന്ന കാലത്ത് ഒത്തിരിയേറെ അടയാളങ്ങൾ ഈ ഹോളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അക്കാലങ്ങളിലെ കർത്താവ് നമ്മളെ കൈപിടിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ കൊണ്ടുപോകണ പോലെ ഒരു തോന്നൽ. തീർച്ചയായിട്ടും ആ നല്ല കാലങ്ങൾ തിരിച്ചു വരും. നമുക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും ആ അഭിഷേകത്തിന് വലിയ കാലം തിരിച്ചു വരാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന കർത്താവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും കർത്താവിന്റെ എൻ്റെ മക്കളെ, നമ്മുടെ ജീവിതാവസ്ഥ എന്ത് തന്നെയായാലും നമ്മളിതിനെയൊക്കെ അതിജീവിക്കാം. ഞാനൊരു ഭംഗി വാക്ക് പറയുകയല്ലേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്കൊരവസരം തന്നാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ഈ കാലത്ത് നമ്മളെ ബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരനാണ്, മെനയെന്നുണ്ടായിരുന്ന സാക്ഷ്യമാണ്. ഇപ്പം എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട് ഇവിടെ. 200-നും 100-നും ഇടയ്ക്ക് ഉള്ള ഒരു ഉടമ്പടി പുതുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യം കിട്ടും. അപ്പോൾ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ചെറുപ്പക്കാരനാണ്, അയാൾ പെട്ടെന്ന് ജയിലിലായി. ജയിലാകാൻ കാരണം അയാൾ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷേ കൊലക്കുറ്റത്തിന് ജയിലിലായി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, കൊലക്കുറ്റത്തിന് ജയിലിലായ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ മുഖം കാണുക, വിശ്വാസം പോകും മനുഷ്യന്. കാര്യം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, പിന്നെ ഞാൻ ശിക്ഷിക്കണേ, അപ്പോൾ ദൈവം എന്നെ സംരക്ഷിച്ചില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇനിയിപ്പോൾ ജയിലിൽ പോകാത്തതിനെ മനുഷ്യരങ്ങനെ ചിന്തിക്കണമല്ലോ, ഇല്ലേ? ചെറിയ പറയത്തില്ലേ, ഞാൻ കുഞ്ഞുനാളിൽ ഒരു ദൈവമേ എന്നും പറഞ്ഞ് നടക്കണതാ, പള്ളിയെ പരിശുദ്ധാത്മാവേ അൾത്താറയെന്നും പറഞ്ഞ് നടക്കണതാണ്, എന്നിട്ട് എനിക്കാണിത് സംഭവിച്ചത്. അപ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണം. അഥവാ നമുക്കുണ്ടായിരിക്കുന്ന എല്ലാവിധ ഈടറിവിൻ്റെയും കാരണം ദൈവമാണെന്ന് വരുത്തി ദൈവത്തെ മാപ്പുസാക്ഷിയാക്കിയിട്ട് തന്നെത്താൻ തല ഊരാൻ പറ്റുന്ന അവസ്ഥകളെല്ലാം നമ്മളത് ചെയ്യും. ഇപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അന്തരംഗങ്ങൾ, ചില സമയത്ത് അന്തരംഗമുണ്ട്. ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അന്തരംഗത്തെ വെളിവാക്കും. അന്തരംഗത്തെ ഈ കാര്യം ഇപ്പോൾ ഹെബ്രായ ലേഖനം 4:12 എന്താ പറയണത്? വചനം ഇരുതലം മൂർച്ചയുള്ള വാളാണ്. അത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ അതല്ല അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താ പറയണത്? ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ അന്തർവിചാരങ്ങളെ വെളിപ്പെടുത്തും. കാര്യം വചനം ഇങ്ങനെ കാണിച്ചാൽ ആ ഓരോ വചനത്തിൻ്റെ കണ്ണാടിയിൽ നമ്മുടെ അന്തരംഗത്തെ വെളിവാക്കി കാണിക്കും. അന്തരംഗം നമ്മളെ കുറ്റപ്പെടുത്തണില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാകത്തില്ല ഒരിക്കലും. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ വരുന്നൊരു വിഷയം എന്താണെന്നറിയാമോ?
അന്തരംഗം വിവേചിക്കാതെ വെച്ചിരിക്കുന്ന നിബന്ധന നിയോഗങ്ങളാണ്. അന്തരംഗത്തെ വിവേചിക്കാതെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ. നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടി ധ്യാനമാണല്ലോ. സ്വാഭാവിക ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ലാഗ് ചെയ്യണത്, ഉത്തരം വൈകണത്? അതിൻ്റെ ഒരു കാരണം നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അന്തരംഗത്തെ വിവേചിക്കാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാര്യം അന്തരംഗത്തെ വിവേചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയോഗവുമായിട്ട് ഏത് അരൂപിക്കാണ് ബന്ധം നമ്മൾ വെച്ചിരിക്കണത്? ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണ ഒരു നിയോഗമാണ്. ഈ നിയോഗത്തിന് ഏത് അരൂപിക്കാണ് ബന്ധമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് അന്തരംഗത്തെ വിവേചനം എന്ന് പറയണത്. വചനം കേൾക്കുമ്പോഴാണ് ഈ അന്തരംഗ വിവേചനം വരണത്. അല്ലെങ്കിൽ വചനം അറിയാവുന്നവർക്ക് വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എഡിറ്റിംഗ് വരും, ഇൻറ്റേർണൽ എഡിറ്റിംഗ്. അതായത് ഇൻറ്റേർണൽ എഡിറ്റിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആന്തരികമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വരും. അത് എഡിറ്റ് ചെയ്യാതെ തന്നെ നേരെ അങ്ങോട്ട് ആ സ്റ്റഫ് ഉടമ്പടിയിലേക്ക് നിയോഗമായിട്ട് വെക്കുമ്പോൾ ലാഗ് ചെയ്യും. ഭാരം കൂടുന്ന കാരണം. ഈ ഫ്ലൈറ്റിനറിയാമല്ലോ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്കറിയാം, ഒരു ഇപ്പോൾ 25 കിലോയുടെ അപ്പുറത്ത് പിന്നെ അവർ കയറ്റത്തില്ല, കളയും, സാധനം എടുത്ത് കളയും അവർ. ഇതുപോലെയാണ് ചിലതിനൊക്കെ നമ്മുടെ നിയോഗങ്ങൾക്ക് ചിലതിന് അമിത ഭാരങ്ങളാണ്. അമിത ഭാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്? അമിത ഭാരം കൂടുന്നത്, ഇപ്പോൾ ഒരു നിയോഗത്തിൻ്റെ ഭാരം നിശ്ചയിക്കണം എന്താണ്? 10 സെൻറ്റ് സ്ഥലം മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ പോകണം. ഇതൊരു നിയോഗം. ഈ നിയോഗത്തിന് അന്തരംഗത്തിന് വിധേയപ്പെടുത്തണം ആദ്യം. അപ്പോൾ ഇതിൻ്റെ ഭാരം കുറയും. അപ്പം നിങ്ങൾ ഓർക്ക് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ നിയോഗം, പർട്ടിക്കുലർ നിയോഗം, അതായത് വീട് വെക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോവുക എന്നുള്ള നിയോഗം ഏത് അരൂപിയാലാണ് നയിക്കപ്പെടുന്നത്? അങ്ങനെയാണ് അന്തരംഗ വിവേചനം നടത്തുന്നത്. ഏത് അരൂപിയാൽ? ഇപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:9-55 വിശുദ്ധ അത് ടിപ്പണിയിലേ ഉള്ളത്, പഴയ കയ്യെഴുത്തിയ പ്രതിയിലെ വചനമാണിത്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:55 എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? എന്ത് അരൂപിയാണ്? ഇപ്പോൾ നിങ്ങൾ ആരായാലും ശരി, അച്ഛനായാലും കപ്പേരായാലും കർദിനാളായാലും ആരായാലും ശരി, നയിക്കണ അരൂപി എന്താണെന്നനുസരിച്ച് കൊണ്ടാണ് ഈ ലൈറ്റ് വെയിറ്റ് ആകണത്, ഭാരം കുറയണതും കൂടുന്നതും. ഇപ്പം നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കണം, അതിനൊരു കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലാത്തത്? നിങ്ങൾക്ക് 2 മക്കളുണ്ട്, അവരെ മാറ്റി താമസിപ്പിക്കണം, അവർ നാട്ടിൽ നമ്മുടെ കണ്ണും വെട്ടത്ത് കിടക്കട്ടെ എന്നുള്ളത് അമ്മയുടെ ഒരു ഐഡിയയാണ്. 2 ആൺമക്കളുണ്ട് അവർക്ക്. അവർ ഒരുത്തനെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കേണ്ടതാണ്. പക്ഷേ അമ്മയുടെ ഐഡിയയിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണ് ഐഡിയ? ഈ സ്ഥലം നമ്മളെടുത്തില്ലെങ്കിൽ ബാക്കിൽ കിടക്കുന്ന തോമസ് കുട്ടി എടുത്ത് ഈ സ്ഥലം എടുക്കും. അവൻ്റെ മകനെ താമസിക്കുന്നത് തന്നെയല്ല, അവർ വലിയ റോഡ് ബാക്കിലോട്ട് നമ്മളോട് വഴി ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം അവനെടുത്ത് അവൻ വഴി മേടിക്കും. ഒന്ന് നമ്മൾ കൊടുക്കാതെ അവനെ തോപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവന് വഴി കൊടുക്കാതെ നമ്മളവനെ തോപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ പുറകിൽ കൂടി വാ, ആ വഴിക്കുണ്ടല്ല ഈ വഴിക്കുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ നിയമപരമായിട്ട് കുരുക്കിൽപ്പെടുത്തി അവനെ ശ്വാസം മുട്ടിച്ച് റോഡെ കയറ്റാതിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥലം വരണത്. നമ്മുടെ ഇടതുവശത്തോ വലതുവശത്തോ വിൽക്കാനുള്ള സ്ഥലം. ഈ സ്ഥലം നമ്മൾ ചാടിപ്പിച്ചെടുക്കാൻ കാര്യം അവന് കിട്ടാതിരിക്കാനാണ്. അതാണ് അന്തരംഗം. കാര്യം അവന് കിട്ടിയാലുള്ള കുഴപ്പം എന്താ? അവനുടനെ അവൻ്റെ 2 മക്കളുണ്ട്, ഒന്ന് കുടുംബത്തിൽ താമസിക്കും, ഒന്ന് ഈ എടുത്ത പുതിയ സ്ഥലത്ത് താമസിക്കും. അതിൻ്റെ നടുക്ക് കൂടി അവൻ്റെ അനിയന് പോകാൻ ബാക്കിലോട്ട് റോഡിടും. അപ്പോൾ തോമസ് കുട്ടി നമ്മളെ നോക്കിയിട്ട് ഞൊട്ടിയല്ല എന്ന് പറയും. അത് സഹിക്കാൻ പറ്റത്തില്ല. ഇതാണ് അന്തരംഗം എന്ന്, ഇതാണ് ഭാരം എന്ന് പറയുന്നത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്തുകൊണ്ടാണ് ഈ സ്ഥലം ചാടിപ്പിടിച്ചെടുക്കാനും കിഡ്നി വിറ്റ് പോലും ഈ സ്ഥലം എടുക്കാൻ നോക്കുന്നതിൻ്റെ ഉദ്ദേശം? സ്വന്തം ആമകനെ പൊറപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ വേറെ കുഴപ്പമില്ല. മറ്റവനിട്ടൊരു പണി കൊടുക്കുകയാണെങ്കിൽ ഇതിന് സാധനം ഭാരം കൂടും. നിയോഗം വെക്കുമ്പോൾ ലാഗ് ചെയ്യാൻ കാരണം
ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. ഉള്ളിലിരിപ്പ്. അപ്പോൾ ഉള്ളിലിരിപ്പ് വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വചനം എന്താണ്? 9:55 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:55 വചനം. എന്താണ്? എന്ത് ചെയ്യുമ്പോഴും എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഹെബ്രായർ 4:12 അന്തരംഗത്തിൻ്റെ വിവേചനം എന്ന് പറയുന്നത്. ദൈവവചനം ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് കേൾക്കുന്നവനെയും അത് പറയുന്നവനെയും. ഇപ്പം ഞാൻ പറയണമെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നില്ല ഈ വചനം നിങ്ങൾക്ക് മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത്. അത് പറയുന്ന എനിക്കും കൂടിയാണോ? പറയുന്ന എനിക്കും കൂടിയാണ്. അതാണ് ഇരുതല മൂർച്ച എന്ന് പറയണത്. ഞാനിത് പറയുകയാണെങ്കിൽ ഞാനും ആത്മശോധന ചെയ്യണം. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് അരൂപിയാണ് നയിക്കണതെന്ന്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ താമസിക്കാൻ കാരണം അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന അരൂപി കറക്റ്റാകാത്ത കൊണ്ടാണ്. ഇപ്പം ഒരു കല്യാണം, വിവാഹം 32 വയസ്സായി. ഇപ്പം ഇവിടെ 43 വയസ്സുള്ള ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം വന്നിട്ടുണ്ട് കല്യാണം കഴിച്ചെന്നും പറഞ്ഞ്. ഇപ്പം 43, 46 50 വരെ വന്നിട്ടുണ്ട്. 50 വയസ്സുകാർ കല്യാണം, ചെറുക്കനും പെണ്ണും ജീവിത പങ്കാളി കാണാതെ 50. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 22 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഒരു വിവാഹം ഒത്തുവരാതിരിക്കുകയും ഉടമ്പടി എടുത്തപ്പോൾ ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു കാര്യം മനസ്സിലായി, എല്ലാം നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് നീ വിചാരിക്കണം. എല്ലാം കാണാതെ പോയത് എല്ലാം നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഒന്ന് പറഞ്ഞേ, നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം കാണാതെ പോയാലും കണ്ണിൽ നിന്ന് മറഞ്ഞാലും കർത്താവിൻ്റെ വചനം പറയും അവിടുത്തെ കണ്ണുകളിൽ ഒന്നും മറഞ്ഞിരിക്കണില്ല. അല്ലേ? ഇപ്പം 39 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ എന്താണ്? നീ കിടക്കുന്നതും ഇരിക്കുന്നതും അവിടുന്ന് അറിയുന്നു, അവിടുത്തെ കണ്ണുകളിൽ നിന്നൊന്നും മറഞ്ഞിരിക്കണില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കാണാതെ പോയതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഒന്ന് പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? നിൻ്റെ തോറ്റുപോയിട്ടുള്ള എല്ലാ OIT റിസൾട്ടും അതിൻ്റെ വിജയം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഇല്ലേ? ക്ഷീണം, കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം എവിടെ ഉണ്ട്? കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങളുടെ മാല ഒന്ന് പോയെന്ന് വിചാരിച്ചോ? അപ്പോൾ നിങ്ങൾ റോട്ടിൽ എല്ലായിടത്തും നോക്കി. ഒരു ദിവസം പള്ളി അപ്പോൾ നോക്കി നടക്കുന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു മാല അമ്മിണിയുടെ കയ്യിലുണ്ട് കേട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മിണി എന്ന് പറഞ്ഞത് ആരാണ്? അമ്മിണി മകളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? അമ്മിണി അയൽവാസിയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? വ്യത്യാസമുണ്ടാ? നിങ്ങളുടെ മാല പോയി ഒന്നര പോകണ്ടേ? നിങ്ങൾ നോക്കി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നപ്പോൾ പറഞ്ഞു അമ്മിണിക്ക് മാല കിട്ടി കേട്ടാ. അമ്മിണി മകളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? അമ്മിണി അയൽവാസിയാണെങ്കിൽ ഏതിലാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? മകളാണെങ്കിലേ ഉള്ള. ഇതാണ് ദൈവത്തിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണ്ടേ? അല്ലേ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചാൻസ്, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ചാൻസാണല്ലോ. കോവിഡ് കാലത്ത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവസരങ്ങളില്ല. അത് കാരണം നമ്മളെല്ലാം വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മുഴുവൻ അവസരങ്ങൾ ഒന്ന് പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ട, ഏറ്റു പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങള് എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക അഭിവൃദ്ധികള് എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ തോറ്റ പരീക്ഷകളുടെ വിജയങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നഷ്ടപ്പെട്ട ജോലിയുടെ തിരിച്ചു കിട്ടുന്ന അവസ്ഥകൾ
അവസ്ഥകൾ എൻ്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ദിവ്യകാരുണ്യത്തെ വാഴ്ത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിൻ പൂനിലാവേ, യേശുവേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സങ്കീർത്തനം 139 ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്കറിയാം. ശ്രുതികളുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്നേഹം, ആരാധന, സ്തുതി, പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും വേഗം എല്ലാവരും ക്രിസ്ത്യൻസ് എല്ലാവരും അവരുടെ സഭയനുസരിച്ചുള്ള വിശുദ്ധീകരണങ്ങൾ ഉടനെ ചെയ്യണം. അക്രൈസ്തരുണ്ടെങ്കിൽ അവർ മനസാക്ഷിക്കനുസരിച്ച് കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുന്ന സമയങ്ങളാണിത്. നിങ്ങൾ ദൈവത്തോട് അടുക്കുക. കാര്യം നഷ്ടപ്പെട്ടതെല്ലാം ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനൊരു ഭംഗിവാക്ക് പറയുകയല്ല ഇത്. എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഒരു ദിവസം ഞാൻ ഈ കണ്ണമാലി സ്ഥലം നിങ്ങൾക്കറിയാം, കുറച്ച് പേർക്ക്. കണ്ണമാലി, സൗദി, മണശ്ശേരി സ്ഥലങ്ങളിലെല്ലാം എൻ്റെ പഴയ പ്രേക്ഷിതരെ, അവർ കിടപ്പിലായപ്പോഴും രോഗികളായിട്ടുള്ളവർ അവരുടെ ഭവനങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ മനാശ്ശേരിയിലെവിടെയോ അവിടെ വന്നപ്പോഴും ഞാൻ 2-3 വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ റോഡിലോട്ട് കയറി വന്നു. അപ്പോൾ റോഡിൻ്റെ അങ്ങേ സൈഡിലൂടെ, പടിഞ്ഞാറ് സൈഡിലൂടെ പോയിക്കൊണ്ടിരുന്ന അമ്മച്ചി എന്നെ കൈപൊക്കി ധൃതിക്ക് കാണിച്ചു. അച്ചാച്ച നിൽക്കണേ എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അപ്പോൾ ഞാനിവിടെ നിന്ന് അവർ പറഞ്ഞു എടുക്കുക, അവിടെ മനസ്സായില്ലെങ്കിലും നിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ക്ലീൻ ആയപ്പോൾ അവരോട് എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ പറഞ്ഞ്, അച്ഛാ എൻ്റെ ഭർത്താവ് പോയിട്ട് 10-18 കൊല്ലമായി അച്ഛാന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നിയവർക്ക്. അപ്പോഴെന്താ സംഭവിച്ചാൽ 10-18 കൊല്ലമായി ഇതുവരെയൊക്കെ വന്നിട്ടില്ല. അതായത് നമ്മൾ പച്ചക്ക് നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനിങ്ങനെ കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ച് വരികയാണ്. ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാണ് അതായത് ഈ പ്രാർത്ഥനയുടെ ഒരു ഗുണം അതാണ്. നമ്മൾ വല്ലപ്പോഴും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന എടുത്ത് നോക്കി വായിച്ചു, പിന്നെ നമ്മൾ മൊബൈൽ നോക്കി. നിങ്ങൾ മൊബൈൽ നോക്കുന്ന സമയവും വചനം നോക്കുന്ന സമയവും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വചനം നോക്കണ 0, മൊബൈൽ നോക്കണത് 99%. തീർന്നില്ല പണി പാളികൾ അങ്ങനെയാണ്. അപ്പം ദൈവത്തിന് നമ്മൾ സമയം കൊടുത്തു. ഇനിയുള്ള കാലം, ഉടമ്പടി കാലം എന്ന് പറയുന്നത് അതാണ്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കാൻ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുമായി ഉടമ്പടി ചെയ്തിരിക്കാൻ. ഇനി ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വചനമെടുത്ത് കൂടുതൽ സമയം പ്രാർത്ഥിച്ച് കൂടുതൽ സമയം വെച്ചാൽ നിങ്ങൾ ഓരോ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയം എടുക്കുകയില്ല. നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒരു ലിഷർ ടൈം കിട്ടിയ ജപമാല എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. അത് ദൈവ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിനും അല്ലാത്ത സമയത്തിനും കുറേ വ്യത്യാസങ്ങളുണ്ട്. കാര്യം നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണത് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. വെറുതെ പ്രാർത്ഥനയിലായിരിക്കുന്ന കാലങ്ങളില്ലേ, നമ്മൾ പ്രാർത്ഥനയിലാകുന്ന ബ്ലാക്ക് ടൈമില്ലേ, പ്രാർത്ഥന ഇല്ലാത്ത ബ്ലാക്ക് ടൈമില്ലേ, നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ മൊബൈൽ ചാറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ അരുവി ചേഞ്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ലോകാരൂപിയിൽ ആയിരിക്കും നമ്മൾ, ചിലപ്പോൾ ദുഷ്ടാരൂപിയിലായിരിക്കും. ഈ സമയത്തൊക്കെ ഓരോ തീരുമാനം എടുക്കും.
ആ തീരുമാനത്തിലാണ് പിന്നീട് നമ്മൾ പൊട്ടണതും, കച്ചവടം പൊട്ടണതും, കടം വന്നതും, പരീക്ഷ തോക്കണതും, ഇങ്ങനെ പലതരത്തിലുള്ള അലബലാതെ തീരുമാനങ്ങൾ എടുക്കും. എന്താ വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം, നമുക്ക് 2 ഫാക്കൽറ്റി ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? ഒന്ന് ഹൃദയം, പിന്നെ എന്താണ്? ഇൻ്റലക്റ്റ്, ബുദ്ധി. ഈ സംഭവത്തിന് സംരക്ഷണം വേണമെന്നാണ് പറയണത്. ആര് പറയണത്? കർത്താവിൻ്റെ വചനം പറയണത്. ഇതിൻ്റെ ഈ ലോകാരൂപിയായി നയിക്കപ്പെടുന്നാൽ, ഇപ്പോൾ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്ത് അരൂപിയിലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡു യു ലോസ്റ്റ് യുവർ പ്രൊട്ടക്ഷൻ ഓർ നോട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രെയർ ലൈഫിൽ ജീവിക്കുന്ന അനുസരിച്ച് കൊണ്ട് അറിയാതെ തന്നെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും. ഇപ്പം ലോത്തിൻ്റെ അയാളുടെ ജോബിൻ്റെ എന്താ സംഭവിച്ചത്? അയാൾക്ക് കുറേ രോഗവും തകർച്ചയൊക്കെ വന്നില്ലേ അയാൾ? അതെന്താ? അയാളുടെ സംരക്ഷണം എടുത്ത് പോയപ്പോഴല്ലേ. ഇപ്പം ജോബിൻ്റെ 1:10 വായിക്കുമ്പോഴെന്താണ്? ജോബിൻ്റെ അനുവാദത്തോടു കൂടിയാണ്, ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് സാത്താൻ ജോബിനെ ആക്രമിക്കണത്. ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ നമ്മൾ ആക്രമിക്കും. അതാണ് വ്യത്യാസം. വിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരും അവിശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാത്താൻ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവനെ ആക്രമിക്കും. വിശുദ്ധി ജീവിക്കുന്നവന് അനുവാദം ചോദിച്ചിട്ട് ദൈവം അനുവദിച്ചാലേ ആക്രമിക്കാൻ പറ്റത്തുള്ളൂ. നൗ യു ഗോട്ട് ദ പോയിൻറ്റ്. ജോബ് 1:10 എന്താ പറയണത്? നമ്മളെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ, ദുഷ്ടനെ ആക്രമിക്കണമെങ്കിൽ, നമ്മൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, പ്രാർത്ഥനാ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കാൻ പറ്റത്തില്ല. അഥവാ ആക്രമിക്കണമെങ്കിൽ ജോബിനെ പോലെ ദൈവം അനുവദിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ലോകാരൂപിയാലോ അതുപോലെ തന്നെ ദുഷ്ടാരൂപിയിലും നയിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സംരക്ഷണം കളയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ സാത്താന് നമ്മളെ ആക്രമിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളോർക്കും കൊമ്പും പാലും ഒഴിച്ച് സാത്താൻ ഇങ്ങനെ വന്ന് ആക്രമിക്കണം. അങ്ങനെ വേണ്ട വേറെ ഒരു സംഭവം വേണ്ട. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, എൻ്റെ അച്ഛ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞാണത്, അതായത് വല്ല PSCയും പഠിച്ച് ഇവിടെ ജോലി മേടിച്ച് വെച്ചെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും. ഇപ്പം എന്നാ പറ്റി? ഞാൻ സ്ഥലം വിറ്റ് പൈസ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെയൊക്കെ സിസ്റ്ററിൻ്റെ വീട്ടിലെ സ്ഥലം വിറ്റിട്ടേ, സ്ഥലം ഓരോ സെൻറ്റ് ഒരു 10 സെൻറ്റ് വീതം 6 മാസം കൂടുമ്പോൾ വിറ്റിട്ട് മക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടിയാണ്? മക്കളെ കാശ് ഇങ്ങോട്ട് അയക്കേണ്ട വേണ്ടി വിട്ടു കൊടുത്തതാണ്, ഇപ്പം കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത്. എന്താ സംഭവിച്ചിരിക്കണേ? അവർ ഒരു 3 കോടി രൂപയുടെ വീടെടുത്ത് 3 കോടി രൂപയുടെ വീടെടുത്ത് എന്താ വീടെടുക്കാൻ കാര്യം? വാടക കൂടുതലാണ്. അപ്പോൾ വാടക കൂടുതലായി കഴിഞ്ഞപ്പോൾ, അവർ താമസിച്ച വീടിന് വാടക കൂടുതലായി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇതിനേക്കാൾ നല്ലത് വീടെടുക്കുകയാണല്ലോ, സ്വന്തമായിട്ട് വീടെടുക്കുകയാണ്, അപ്പോൾ വാടക കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടനെ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീടെടുത്തപ്പോൾ എന്നാ പറ്റിക്കണം? ബാങ്കിൻ്റെ കട്ടിങ്സ് ഭയങ്കരമാണ്. 3 കോടിക്ക് കട്ടിങ്സ് അല്ലേ? ഏത് കാലത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും? അവരുടെ ശമ്പളം കൊണ്ടുപോലും അതിനിടയ്ക്ക് 2 ജോലി പോവുകയും ചെയ്ത് ഇപ്പം പണിയായി. അപ്പോൾ ജോലി പോയപ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും. 2 ജോലി പോയപ്പോൾ പിന്നെ എന്ത് പറ്റി? ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കാതെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വിറ്റിട്ടിട്ട് പോരാൻ പറ്റുമോ? ഈ തീരുമാനം എങ്ങനെ വന്നതാ? ഈ തീരുമാനം എങ്ങനെ? അപ്പോൾ തീരുമാനം എവിടെ നിന്നുണ്ടായതാണിത്? ഇത് നമ്മുടെ തലയിൽ നിന്നുണ്ടായതാണല്ലേ. ഇതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? തലയ്ക്ക് സംരക്ഷണം വേണം. ഇപ്പം തലച്ചോറിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു കോശം പോയാൽ പിന്നെ ഒരു കോശം ഉണ്ടാകത്തില്ല അവിടെ. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളൊക്കെ പിന്നെ ഉണ്ടാകും, തലച്ചോറിൻ്റെ കോശം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ ചെയ്ത് നമ്മൾ കീഴ്ത്താടിയൊക്കെ അനക്കാമെങ്കിൽ ഈ മേലോട്ടുള്ള ഭാഗം അനക്കാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ നമ്മൾ തലകുത്തി പറഞ്ഞ് അനക്കാൻ പറ്റത്തില്ലല്ല. ഇവിടം വരെയൊക്കെ അനങ്ങത്തുള്ളൂ, മോനോട്ട് അനങ്ങത്തില്ല. അനങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മൾ ആവശ്യമില്ലാതെ അനക്കും. അനക്കാനൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ ആവശ്യമില്ലാതെ അനക്കും. പിന്നെ തലച്ചോറൊക്കെ ഇടക്കിടക്ക് ഇളകും, പിന്നെ വട്ട് പിടിച്ച് നടക്കും. അതുകൊണ്ട് കർത്താവ് വീണ്ടും മുകളിലുള്ള സ്ഥലം അനക്കിയിട്ടില്ല, സംരക്ഷണമാണ്. ഇതുപോലെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഭവങ്ങൾക്ക് സംരക്ഷണം വേണം. സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ കാര്യമാണ്, അതിന് സംരക്ഷണം വേണം. ഇവർക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു. എന്താണ്? കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വീടെടുത്തു, നിങ്ങളും വീടെടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ
സാലറി നോക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിലവ് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് വാടക അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. വാടക അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇപ്പോൾ വാടകയേക്കാൾ കൂടുതൽ കട്ടിങ്സ് വരികയാണ്. വീട്ടിൽ നിന്ന് പറമ്പ് വിറ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. തെറ്റായ തീരുമാനം ഇവിടെ നിന്ന് വന്നതാണ്. പ്രാർത്ഥനാ ജീവിതത്തിന് കുറവിൽ നിന്നുണ്ടായത് അതാണ് ഫിലിപ്പിയർ 4:6 പറയണത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞേ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവായ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നോക്കിയേ, 2 ഫാക്കൽറ്റി, ചിന്തയും പിന്നെന്താണ്, ഹൃദയവും. ഇതിനെന്താ വേണ്ടത്? കർത്താവിൻ്റെ സംരക്ഷണം വേണം. അതിനെന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? കർത്താവാണ് പറഞ്ഞത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഞാനും നിങ്ങളും ഈ ഒരു സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ കൊച്ചു കുളത്ത് വീണ്, ഇപ്പോൾ കൊച്ചിൻ്റെ ഓക്സിജൻ സാച്ചുറേഷനായിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇപ്പോൾ കോവിഡൊക്കെ വരുമ്പോൾ ഒത്തിരി പേരുടെ ഓക്സിജൻ ന്യൂമോണിയൊക്കെ വന്നപ്പോൾ ഓക്സിജൻ താന്നില്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണത്? പറ്റത്തില്ല. ദാറ്റ് മീൻസ് വി ആർ ലീഡഡ് ബൈ നോട്ട് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഹോളി സ്പിരിറ്റിലല്ല നമ്മൾ ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോകാരൂപിയില്ല, സാധാരണ മനുഷ്യാരൂപി തെറ്റല്ല, കാര്യം മനുഷ്യാവസ്ഥയാണ്. പക്ഷേ ഈ മനുഷ്യാവസ്ഥയിൽ നിന്ന് ഒരു ഡിഗ്രി പോലും നമ്മൾ ഉയർന്നിട്ടില്ല. കാര്യം ഈ മനുഷ്യാവസ്ഥയ്ക്ക് അഭിഷേകം കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യാവസ്ഥയാണ്. ഈ മനുഷ്യാവസ്ഥ തന്നെ നിലനിന്നാൽ മതിയെങ്കിൽ ഇവൻ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല. ഈ മനുഷ്യാവസ്ഥ മാറിയിട്ട് ഈ മനുഷ്യാരൂപിയേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ അരൂപിയെ സ്വീകരിക്കാനാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളണത്. അപ്പോൾ എപ്പോഴും സന്തോഷത്തിരിക്കാൻ എപ്പോഴുമാണ്. അല്ലാതെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, മോശക്കാര്യം വരുമ്പോൾ വിഷമിച്ചിരിക്കുക, അങ്ങനെയില്ല. നല്ല കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുക, മോശം കാര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കുക. ബൈബിൾ അങ്ങനെയല്ല പറയണത്. ബൈബിൾ എന്താ പറയണത്? ഫിലിപ്പിയർ 4:6 എപ്പോഴും സന്തോഷിക്കാൻ. ദാറ്റ് മീൻസ് എപ്പോഴും സന്തോഷിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന്. ഒരു വിശ്വാസി കഴിയുന്നില്ലെങ്കിൽ കഴിയണ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചും എപ്പോഴും സന്തോഷിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളെ ഓർത്തും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. കാര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യങ്ങളെന്ന നല്ല കാര്യങ്ങളെന്ന ഇല്ല. എല്ലാ മോശം കാര്യങ്ങളിലും അത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തി കർത്താവിൻ്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഞാൻ മനസ്സിലായല്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധി നല്ല കാര്യമെന്നോ മോശം കാര്യമെന്നോ ഇല്ല. മറിച്ച് എല്ലാ മോശം കാര്യങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിഗണനയിൽ ആ മോശം കാര്യം വരുമ്പോഴേ അത് നല്ല കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴ് ഉദാഹരണത്തിന് ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല കാര്യമൊന്നോ മോശം കാര്യമൊന്നോ ഇല്ല. മോശം കാര്യങ്ങൾ കർത്താവിൻ്റെ പരിഗണനയിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചില സമയത്ത് പറയുകയും മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിവാസമാണെന്ന്. മനസ്സിലായില്ലേ? മാതാപിതാക്കന്മാരുടെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്നത് മക്കളുടെ തോന്നിവാസമാണെന്ന്. എന്താ കാര്യം?
ഇപ്പോൾ ചിലർ പറയും, അച്ഛാ എൻ്റെ മകൾ തെറ്റായ പ്രണയബന്ധത്തിലായിപ്പോയി. അപ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ അവർക്ക് സങ്കടമില്ല, അവർ തകർന്നാണ് വന്നിരിക്കണത്. ഞാൻ ചിരിക്കണത് എന്താണ്? കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചിരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രോജക്റ്റ് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജോലി കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഞാൻ ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ആ ചേച്ചിയോട് എന്താ പറഞ്ഞത്? 18 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണാനില്ല. അപ്പോൾ എനിക്ക് ചിരി വന്നത് എന്താ അറിയാമോ? ഈ 18 കൊല്ലമായിട്ട് ഇപ്പോഴാണല്ലോ ഇവർക്ക് തലക്കൂത്തൽ പിടിച്ചത്. എന്താ കാര്യം? അവിടെ മക്കളൊക്കെ ചില ചേച്ചിമാർക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. മക്കൾക്കൊരു 20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാർ ഭർത്താക്കന്മാർ അത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കത്തില്ല. എന്താണ്? എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഇവർ ദൈവത്തിന് നിരക്കാത്ത ചില പരിപാടികൾ ചെയ്യും. എന്താണ്? മക്കൾക്ക് 20-22 വയസ്സ്, ആ മക്കൾക്ക് പ്രത്യേകിച്ച്. ആ മക്കളെ ഇവർ ക്യാൻവാസ് ചെയ്യും. എങ്ങനെ ക്യാൻവാസ് ചെയ്യും? എൻ്റെ മകനെ നീ നിനക്കറിയാവല്ല കാര്യങ്ങൾ, ഈ മനുഷ്യനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ച് കാല് വെള്ളത്തിൽ വെച്ച് നീ കാല് വെള്ളത്തിൽ വെച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ണിൽ ഈർക്കലും വെച്ചിരിക്കുന്നു. അങ്ങനെ 2 മണി വരെ ഇരുന്നാണ് നിന്നെ പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ നിനക്കിപ്പോൾ കിട്ടിക്കുന്ന ഐശ്വര്യങ്ങളെല്ലാം പകുതി എൻ്റെതാണെന്നാണ് ഈ പറയണത്. ക്ലെയിമാണ്. അമ്മമാരുടെ ക്ലെയിം. നിങ്ങൾ ക്ലെയിം നടത്തിക്കുക ഒരു കുഴപ്പമില്ല, പക്ഷേ അപ്പന്മാരെ ചവിട്ടരുത്. മനസ്സിലായില്ലേ? ക്ലെയിം നടത്തിയ കുഴപ്പമില്ല. നിങ്ങൾ ഈ ക്ലെയിം നടത്തുന്നതിൻ്റെ ഉദ്ദേശം അപ്പനെ മൈൻഡ് ചെയ്യേണ്ട, ഉള്ള ഇങ്ങോട്ട് തന്നാൽ മതി എന്നതിൻ്റെ അർത്ഥം. അന്തരംഗമാണ് ഈ സംഭവം, അന്തരംഗമാണ്. ഇത് കർത്താവ് അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ ദൈവത്തെ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് പോരായ്മയെ. ഇപ്പം ദൈവത്തിൻ്റെ വചനം അവിടെ അംഗീകരിച്ചില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം താല്പര്യങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വചനം ഈസിയായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റും? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട് നിങ്ങൾ കരുതുന്നുവെന്ന് കർത്താവിന് പറയും. റോമ 1:29 വർക്കൗട്ട് ചെയ്യും. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിനാൽ അധമ വികാരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരമ്മ മക്കളുടെ കാര്യത്തിൽ ഭർത്താവിനെ ഔട്ടടിച്ചുകൊണ്ട് അവരെ, ഇപ്പോൾ ചില അമ്മമാരില്ലേ, ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല, എല്ലാം പെൺമക്കൾക്ക് കൊടുക്കത്തുള്ളൂ. ആ രീതി അവർ കാണിക്കും. ആ മക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അതിനേക്കാൾ പഞ്ചാരയും തേനുമായിട്ട് നടന്ന് ഇവരെ അമ്മയെ സോപ്പിട്ട് ചില പെൺമക്കൾ വീട്ടിൽ വരുമ്പോൾ തന്നെ അപ്പൻ്റെ ലക്ഷണം മാറും. ഏതാണ്ടൊക്കെ പറഞ്ഞിക്കൊണ്ട് പോകാൻ വരികയാണ്. പോകേണ്ടതെന്നല്ല, നമ്മുടെ അമ്മയടുത്തല്ല, നമ്മൾ ഇവിടെ വരാനാണ്. പക്ഷേ അനീതി അവിടെ വരരുത്. അനീതി വന്നാൽ നിങ്ങളുടെ ഷെയർ വാങ്ങിക്കുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ഒന്നും ഒരു മനുഷ്യനെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സൈഡ് ലൈൻ ചെയ്തിട്ട് നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് ഒപ്പിച്ചെടുക്കരുത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈവവചനം നമ്മൾ വിട്ടുകളയും. അപ്പോൾ റോമ 1:29 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദൈവവചനം ദൈവത്തെ ഒന്ന് പറഞ്ഞ്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് പ്രശ്നം. ഇത് മനസ്സിലാകണം. നമ്മൾ ദൈവത്തെ എവിടെ മാറ്റി നിർത്തിയാലും പിന്നെ വികാരമെല്ലാം അധമമായി പോകും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ എവിടെ മാറ്റി നിർത്തിയാലും, കാരണം ദൈവത്തെ മാറ്റി നിർത്തണമെന്ന് പറയണതും ദൈവത്തിൻ്റെ വചനത്തെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് സെയിമാണ്. സ്തുതിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9:26. ഒരുവൻ ഏറ്റു പറഞ്ഞ ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അപ്പോഴേ ദൈവവും ദൈവത്തിൻ്റെ വചനവും രണ്ടല്ല, ഒന്നാണ്. നിങ്ങൾ വചനത്തെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ മനസ്സിലായില്ലേ? ലുക്ക 9:26 എന്താ പറയണത്? എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ ലജ്ജിക്കും. അപ്പം ഞാനും എൻ്റെ വചനവും എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്നാണെന്നാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ
ഒരു തീരുമാനം എടുത്തപ്പോൾ അത് നീതിയല്ല, അത് സത്യമല്ല എന്നൊരു തീരുമാനമാണ് എടുക്കണമെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് എന്താ പറ്റിയിരിക്കണത്? മനാശയിലെ ചേച്ചിക്ക് എന്നാ പറ്റിയത്? അവർ മക്കൾ വളർന്നു വന്നപ്പോൾ മക്കളുടെ ശമ്പളമായി മക്കളുടെ ജീവിതമായി ഭർത്താവിനെ സംരക്ഷിക്കുക. ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ ഞാൻ ജില്ല പറയണില്ലേ, അത് ശരിയല്ലല്ലോ. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മകൾ ജോലിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ കുറേ സമയം പോയി. മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സമയം പോയി, അവിടെ സമയം തീർന്ന്. ഓക്കെ, മാക്സിമം ഈ ഓറഞ്ച് ചീട്ടുകാർക്കാണെങ്കിൽ പോലും 3 മിനിറ്റ് സംസാരം, ആളിങ്ങനെ നിൽക്കിയിരിക്കില്ലേ. അപ്പം 3 മിനിറ്റ് സംസാരം. ഈ 3 മിനിറ്റ് സംസാരത്തിൽ മുഴുവൻ അവർ പറഞ്ഞത് അവിടെ മക്കളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഒരു കുരച്ചും വലിച്ചുമൊക്കെ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ഞാനോർത്ത് ഈ ചേച്ചിയുടെ അപ്പനാണെന്ന്. അപ്പോൾ ആ മക്കളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എന്താ അപ്പച്ചനെ കൊണ്ടുവന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പച്ചനല്ല, എൻ്റെ ഭർത്താവാണെന്ന്. അയ്യോ, അപ്പോൾ എന്താ പറ്റിയത്? ആ മനുഷ്യൻ രോഗിയായിപ്പോയി. അങ്ങേര് എന്നെ ഇവിടെ വന്ന് അമ്മ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് വന്നിരിക്കണേ. പക്ഷേ ഈ ചേച്ചി പറയണ്ടേ എന്ത് സങ്കടമാണെന്ന് നോക്കിയേ. അന്തരംഗത്തിൻ്റെ അവസ്ഥ കണ്ട. കർത്താവ് എന്നെ സുഖപ്പെടുത്തും, മരുന്ന് കഴിച്ച് മടുത്തെന്നും പറഞ്ഞ് അമ്മയെ കാണാൻ വന്നതാണ്. അപ്പോൾ ഭർത്താവിനെ ഞാൻ അപ്പരുന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഇരിപ്പ് എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെന്തൊരു മനസ്സാക്ഷി ഇത്? നിങ്ങൾ ആദ്യം പറയേണ്ട ഇതല്ലേ? ഒരു വൈഫിന് ആരോടാണ് ഉത്തരവാദിത്വം ആദ്യത്തത്? നോട്ട് വിത്ത് ദ ചിൽഡ്രൻ. ആർക്കാണ്? ഒരപ്പനെ ആദ്യത്തെ ഉത്തരവാദിത്വം ആരോടാണ്? ഭർത്താവിന്. ഭാര്യയുടെ കാര്യമാണ്, മക്കളുടെ കാര്യമല്ല. ഒരു ഭാര്യയ്ക്ക് ആരുടെ ഉത്തരവാദിത്വം ആരോടാ? ആദ്യം ഭർത്താവിനോടാണ്. ഇത് ദൈവതിരുസന്നിധിയിൽ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ ദൈവവചനം നമ്മൾ ഏറ്റുപറയണില്ല. എന്താ? ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. 1 കൊരിന്ത്യർ 14:7 വായിക്കുമ്പോൾ എന്താ പറയണത്? അതെല്ലാം ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയണതാണ്. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ആ മനുഷ്യൻ വീട് വലിക്കുന്ന ആളാകാം, ചിലപ്പോൾ നല്ല കാലത്ത് നമ്മളെ നോക്കി കാണത്തില്ല. നല്ല കാലത്തെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ അയാൾ വേറെ പോലെ ചുറ്റിക്കളിക്കുമ്പോൾ നടക്കണതുകൊണ്ട് നമുക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. എൻ്റെ ദൈവ പൈതലേ, നീ ആരുമായിട്ടാണ് വിഷയം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനുമായിട്ട്, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റനുമായിട്ട്, നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും റീഫണ്ട് ചെയ്യാൻ കഴിവുള്ളവനുമായിട്ടാണ് ഈ വിഷയം നീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവനെ പ്രതി നമ്മളെല്ലാം കുപ്പയായിട്ട് കരുതും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ പ്രതി എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ പഴയകാല ദുഃഖാനുഭവങ്ങള് ഭാര്യയിൽ നിന്ന് ലഭിച്ചാലും ഭാര്യയിൽ നിന്ന് ലഭിച്ചാലും ഭർത്താവിൽ നിന്ന് ലഭിച്ചാലും ഇപ്പോഴീ അൾത്താരയിലെ നാമത്തിലെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. എന്റെ വെറുപ്പ്, എന്റെ വിദ്വേഷങ്ങള്, എന്റെ മത്സരബുദ്ധി, എന്റെ വാശി, പഴയ മനുഷ്യരെ കൊളോസ്യൻസ് 3:10 ഏറ്റുപറയുന്നു. അവന്റെ ചെയ്തികളോടുകൂടെ ഞാൻ ദൂരെ എറിയുന്നു. സൃഷ്ടാവിന്റെ ഛായക്കൊത്ത് ഞാൻ പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രുതികട കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീട്ടിൽ വിലയില്ല എന്ന് കണ്ടപ്പോഴ് സങ്കടത്തോടെ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴ് ആ മക്കളൊക്കെ കല്യാണം ചേച്ചി ആശ്രയം വെച്ചിരുന്ന മക്കളല്ലേ, മൂത്ത മക്കൾ, നല്ല ശേഷിയും ക്ഷമുക്ഷയും നല്ല മണിപ്പവർ, നല്ല മസിൽ പവറൊക്കെ ഉണ്ടായിരുന്ന ആ മക്കളില്ലേ, അവർ കല്യാണം കഴിച്ചു. ഓരോരോ രാജ്യങ്ങളിലേക്ക് അവിടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. ചേച്ചി ഇപ്പോൾ ഒറ്റക്കായി. ഇപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് ആശ്രയം വെച്ചത് തെറ്റിപ്പോയി. അപ്പോഴാണ് ഈ 18 കൊല്ലത്തിന് ശേഷം അതായത് ഒരു കൂട്ടിനെ ഒരു മിണ്ടി വഴക്കിടാനെങ്കിലും ആൾ വേണ്ടേ വീട്ടിൽ? നമുക്ക് ഈ വഴക്കിടണമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. നമുക്ക് ആളുണ്ടെങ്കിൽ നമുക്ക് വഴക്കിടാൻ പറ്റൂ. എന്തിനാണ്?
അത് നമ്മൾ വഴക്കിടും, കുടുംബത്തിലെ വഴക്കല്ലേ, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷേ വഴക്കിടുമ്പോൾ നമ്മളിവിടെ ഒരാളുണ്ട് വഴക്കിടാൻ, റെഫറൻസ് ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ വിഷമം എന്താണെന്ന്. ഇപ്പം ഒറ്റപ്പെട്ടു ശരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു നടക്കുകയല്ലേ. അപ്പം ഞാൻ ശരിക്കും കർത്താവിൻ്റെ സ്പിരിറ്റിൽ തന്നെയായിരുന്നു. ഞാൻ ഈ ചേച്ചി പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് കർത്താവിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛാന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്ത് അവർ ചത്തുപോകുന്ന വിചാരിച്ചത്. ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ അടുത്തുണ്ട്, നാളെ 7 മണിക്ക് അയാൾ വരുമെന്ന് പറഞ്ഞു. മക്കളെ, ഇത് നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ഒരു സങ്കല്പ ദൈവത്തിലല്ല. വി ആർ ബിലീവിങ് എ ലിവിങ് ഗോഡ്. പരിശുദ്ധാത്മാവിരിക്കുന്ന ജ്ഞാനത്തിൽ ഞാൻ പറഞ്ഞു നാളെ 7 മണിക്ക് ആൾ വിട്ടു വരുമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ഞാൻ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നും പറഞ്ഞതല്ല, ഞാൻ എന്തോ മനസ്സിൽ അനുഭവിച്ചിട്ട് പറഞ്ഞതാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുകയാണ്. ഇപ്പം ഈ ആൾ ഞാൻ പറഞ്ഞ 7 മണിക്ക് കർത്താവ് ആളെ കൊണ്ടുവന്ന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന്. നഷ്ടപ്പെട്ടതെല്ലാം നിനക്കതാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നിനക്ക് എന്തെങ്കിലും നീ നിരാശപ്പെട്ടിരിക്കണ കൊണ്ടും എന്തെങ്കിലും സാമ്പത്തിക കടങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുക, അത് നിൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ചങ്കവെച്ച് കൈകവെച്ച് പറഞ്ഞേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തെ ഞാൻ ഈ ധ്യാനത്തിലൂടെ കണ്ടെത്തും. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ദൈവത്തോടു കൂടെ ദൈവം എനിക്ക് തിരിച്ചു തരും. ശ്രുതികട്ടെ, കൈയടിച്ചുകൊണ്ട് ശ്രുതികട്ടെ, വാഴ്ത്തിടുന്നിടാ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. നിനക്ക് തന്നിരിക്കുന്ന ദൈവികമായ വചനങ്ങളെ ഓർത്തുകൊണ്ട്, കർത്താവിൻ്റെ വചനങ്ങളെ ഓർത്തുകൊണ്ട്, കർത്താവിന് ഓർത്തുകൊണ്ട്, കർത്താവിൽ നിനക്ക് നഷ്ടപ്പെട്ട തിരിച്ചു തരാൻ പോകുന്നതിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ധ്യാനം തുടങ്ങിയത് ഇതിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനിപ്പോൾ അത് വിഷയം നിന്ന് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറേയധികം വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ സംഭവിച്ചു, ഇയാൾ പെട്ടെന്ന് ജയിലിലായി. എന്താ കുറ്റം? കൊലക്കുറ്റമാണ്, 1-ാം പ്രതിയാണ്. ദാറ്റ് മീൻസ് ഡബിൾ ജീവപര്യന്തമൊക്കെ കിട്ടുന്ന കേസാക്കിയാണിത്. പക്ഷേ എന്താ പ്രശ്നം? അയാളെ കൊല ചെയ്തിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതിഭാഗം വക്കീലും പോലീസും FIR എല്ലാം ഇയാൾക്ക് പ്രതികൂലമാണ്. FIR ഒക്കെ പ്രതികൂലമായി കഴിഞ്ഞാൽ എങ്ങനെ ചെന്ന് അവസാനിക്കാനാ? നമ്മൾ പറയും പോലീസ് നിസ്സാരമാണെന്നൊക്കെ ഇങ്ങനെ ജയിൽ വിളിക്കുമ്പോൾ പറയാം. പക്ഷെ അടുത്ത് നോക്കണ വിവരം അറിയണമെങ്കിൽ അവരെഴുതുന്നതിലേത്താണ് നമ്മൾ പോയി തൂങ്ങണത്. സുപ്രീം കോടതി വരെ തൂങ്ങണത് അവരെഴുതുന്ന FIR-ലും മകസറിലുമാണ്. അത് ചിലപ്പോൾ ഏടായിരിക്കും എഴുതി വിടണത്. ഒരു ഏടിൻ്റെ പവർ എന്ന് പറയണത് ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ ആയുസ് ചിലപ്പോൾ അതിന് വിലയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ബോധമുള്ളവർ പോലീസിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെ പെട്ടെന്നൊരവസ്ഥയിൽ പ്രതി രക്ഷപ്പെടുകയും ചെയ്ത് ഇവരെയാണ് പോലീസിന് കിട്ടിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ 1-ാം പ്രതിയാക്കി. ഇനിയിപ്പോൾ പോകണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കോടതി പോയി വാദിക്കണം. ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രശ്നമാണ്. എന്താ കാര്യം? അവിടെ തെളിവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സത്യമല്ലല്ലോ കോടതിയിലെ പ്രശ്നം. സത്യം ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വക്കീൽമാരോട് ഉണ്ടെങ്കിൽ അറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തെളിവ്, എവിഡൻസ് ഈ മനുഷ്യനെതിരായിട്ടാണ് FIR-ലിരിക്കണത്. എന്നെ എങ്ങനെ തിരുത്താനാണ്? ആകപ്പാടെ പെട്ട്. പക്ഷേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്ത് 120 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഉടമ്പടി, അപ്പോൾ അതുവരെ അനക്കമൊന്നുമില്ല. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ ഒരു രീതി, ദൈവത്തിന് പണ്ടേ പോലുള്ള രീതി, ജയിലറയൊക്കെ തുറക്കുന്നത് ദൈവത്തിൻ്റെ
പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. പത്രോസിൻ്റെയൊക്കെ ജയിൽ തുറന്ന്, പൗലോസിൻ്റെ ജയിലറ തുറന്ന്, ഈ ജയിലറ തുറന്ന കർത്താവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഏത് ജയിലിലാണെന്ന് പറഞ്ഞാലും, ഏത് അവസ്ഥയിലുള്ള ജയിലേ ആണെന്ന് വിചാരിച്ചാലും കർത്താവ് അത് തുറക്കും. 45 വർഷമായിട്ട് പുകവലിക്കുന്നൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു. 45 വർഷമൊക്കെ പുകവലിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? അത് ചെയ്യാനില്ല. പക്ഷേ പിന്നെ അതിൻ്റെ അകത്ത് നർക്കോട്ടിക് അഡിക്ഷൻ ആകുമല്ല. പക്ഷേ ഉടമ്പടിയുടെ ഉപ്പ് ഒരു തുള്ളി കഴിച്ചു, ഉടമ്പടി തൈലം പുരട്ടി, ഭാര്യ പറഞ്ഞ സാക്ഷ്യമാണ്. അയാൾക്ക് പിന്നെ അത് മരിക്കണമെന്ന് തോന്നിയില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കുടിക്കുന്ന ആൾ ഈ ആഴ്ചയിലാണ് സാക്ഷ്യം പറഞ്ഞത്. അത് യൂട്യൂബിലുണ്ട് കേട്ടോ. അയാൾ കുടിച്ചില്ലെങ്കിൽ അയാൾ ഇത് 10-40 കൊല്ലം കുടിക്കുന്ന ആളാണ്. പക്ഷേ എന്താ ചെയ്തെന്ന് ഉടമ്പടി കാശ് രൂപം ഭാര്യ അയാളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അതൊക്കെ മുമ്പ് ഒരു കാര്യം ചെയ്ത് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അയാൾ പറഞ്ഞത് തട്ടിപ്പും വെട്ടിപ്പാണ്, ഇതൊന്ന് കൃപാസനമല്ലേ, തട്ടിപ്പും വെട്ടിപ്പാണ്. കാരണം പണ്ടാരാണ്ട് ഈ പത്രമൊക്കെ വെച്ച് കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ കുറേ പ്രശ്നങ്ങളുണ്ടായില്ല. ഞാനതിനൊന്നും ഉത്തരം പറയാൻ പോയില്ല. ഞാൻ ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഉത്തരം പറഞ്ഞു, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. പിന്നെ ആ വിവാദം തീർന്നായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പത്രം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ പത്രം കൊണ്ടുപോയി നിങ്ങളെ മുതലാളിയുടെ, അയാൾ വലിയ കോൺട്രാക്ടറാണ്, ആ ഓഫീസിൽ കൊണ്ടുപോയി വെക്കും, നിങ്ങളുടെ ശമ്പളം കൂടുമെന്ന് പറഞ്ഞു. മാതാവ് ഇതിൽ ഇടപെട്ടാലും പത്രം ഇയാൾക്ക് വിശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും ദൈവം. ഇയാൾ പത്രം കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി വെച്ച്, പക്ഷേ അന്ന് വൈകുന്നേരം ശമ്പളം കൂടി. അപ്പം നിങ്ങളെ കൊണ്ട് പത്രം എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല. ഞാനൊരു സാക്ഷ്യം ഉണ്ടായിരുന്ന സാക്ഷ്യം വിശദീകരിക്കുക മാത്രം ചെയ്യുകയാണ്. ആരും മിസ്ലീഡ് ചെയ്യരുത്. പത്രം ഞാൻ വെഞ്ചരിച്ചതിനാണ് തരണത്. അത് ഓരോരുത്തർക്ക് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അവർ വായിക്കുകയും ചെയ്യും, അവർക്ക് അഭിഷേകം കിട്ടുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാൾക്കൊരു അടയാളം മാതാവ് അതിലൂടെ കൊടുത്ത്, അപ്പോൾ അയാൾക്ക് കുറച്ച് വിശ്വാസമായി. പക്ഷേ ഇയാളെ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശ് രൂപ ഇയാളെ കഴുത്ത് ഇട്ടച്ചും പറഞ്ഞ്, ഇട്ടതേ ഉള്ളൂ, ഇട്ടച്ചും പറഞ്ഞ് നിങ്ങളുടെ കുടി മാറുമെന്നാണ് പറഞ്ഞു. മാതാവ് മാറ്റും. അപ്പോൾ അയാൾ ചിരിച്ച്, എന്താ കാര്യം, 40-45 വയസ്സായിട്ടുള്ള കുടിയാണ്, അതെങ്ങനെ മാറ്റാമെന്ന് അയാൾക്ക് തന്നെ അറിയാം. അയാൾ കുടിച്ചിൽ രാവിലെ തന്നെ കുടിച്ചിൽ വിറക്കുന്ന ആളാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. പക്ഷേ കാശിലും ഇട്ടതിന് ശേഷം ഇയാൾ ബാറിൽ അന്ന് ചെന്നിട്ട് ഇയാൾ വെറുതെ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം പോയി അയാൾക്ക് കുടിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞില്ലേ, ഈ കാലങ്ങളെല്ലാം പല പ്രാവശ്യം ബാർ തുറന്നെങ്കിലും ഇയാൾ ഇന്ന് വരെ 1.5 കൊല്ലമായിട്ട് ഇന്ന് വരെ കുടിച്ചിട്ടില്ലേ. ഇപ്പം കുടിക്കണ ചിന്ത പോലും ആ മനുഷ്യനില്ല. ദാറ്റ് മീൻസ് എന്താണ്? ദൈവം നേരിട്ട് ഇടപെടുകയാണ് ഓരോ കാര്യങ്ങളിലും. അത് നിങ്ങളെ യൂട്യൂബിൽ യൂട്യൂബിലെ കാര്യത്തിൽ ഞാൻ സാക്ഷ്യത്തിന് ഇടപെടാറില്ല. ചില സാക്ഷികൾ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാനത് പ്രസംഗത്തിൽ പറയും. കാര്യം അത് പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് കുറേ വചനങ്ങളുള്ളതായിരിക്കും. അതുകൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും സത്യമാണ്. പക്ഷെ ചില വചനങ്ങൾ ഒരക്ക് ജനം അനുഭവിക്കണ പ്രശ്നമായിരിക്കും. അതൊരു കുടുംബത്തിൻ്റെ വിഷയമായിരിക്കത്തില്ല. അത് ഒരു സമൂഹം മുഴുവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാനെടുത്ത് വീണ്ടും അത് ഒരു വചന വിചാരത്തിന് വെക്കും. അപ്പോൾ എനിക്ക് ഇതിൽ നിനക്ക് മനസ്സിലായത്, ശ്രുതികട മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സിവിലായിട്ടുള്ള ഈ ക്രിമിനൽസിനെ ഇടുന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കണമല്ല. മാത്രമല്ല, ഏത് മദ്യപാനത്തെ ജയിലിലായാലും, പുകവലിയുടെ ജയിലിലായാലും, വേറെ എന്ത് ദുശീലങ്ങളുടെ ജയിലിലായാലും നമ്മൾ മോചിക്കപ്പെടും. എന്താ കാര്യം? അതിൽ മധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ്. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നല്ല, സാക്ഷാത് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കപ്പെട്ടത്. എങ്ങനെ? അമ്മ വന്ന് ഉടമ്പടി എടുത്തു. ആ 2 ദിവസങ്ങൾക്കുള്ളിൽ അതായത് പിന്നീട് കോടതി പോകുന്ന അനുസരിച്ച് ജാമ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പോകുന്ന അനുസരിച്ചെല്ലാം ഇയാളുടെ വക്കീലിന് മാതാവ് പ്രത്യേകമായ പ്ലേസ്മെൻ്റ്, അതായത് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ലീഗൽ പോയിൻറ്റ്സ് കൊടുത്ത് സംഭവം പെട്ടെന്ന് ഇയാൾ റിലീസായി.
പക്ഷേ എന്താ പ്രശ്നം, ഇയാൾ ഒരാളെ കൊല്ലണത് ഇയാൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. കൊന്നില്ലേ, ഒരു ബഹളത്തിൻ്റെ ഇടയിൽ കൊല നടന്ന്, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പോലീസിന് കിട്ടിയ ഇയാളെയാണ്. പക്ഷെ നമ്മൾ അകപ്പെട്ടു പോയി. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്നറിയാമോ, ഇങ്ങനെ ചില സമയത്ത് നമ്മളുടെ കാരണം കൂടെ അല്ലാതെ നമുക്ക് ചില സമയത്ത് അകപ്പെടുകളുണ്ടാവും. നമുക്ക് കാരണം അതിൻ്റെ അകത്തില്ല, നമ്മളുമായിട്ട് അതിൻ്റെ ബന്ധമില്ല. പക്ഷേ നമ്മൾ ദൈവമേ ഞാനിങ്ങനെ അകപ്പെട്ടില്ല, അതിൻ്റെ അകത്ത് എനിക്കിതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കണില്ല. അപ്പം നമുക്ക് ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ജീവിതത്തിൽ. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വലിയ പ്രബോധനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:25 എന്താണ്? അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 15:25 എന്താ വചനം? ഏറ്റു പറഞ്ഞ അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ. റിഡംഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണിത്, ഒരു അനുഭവമാണ്, ഒരു റിഡംറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും. കർത്താവ് നമ്മളെ വീണ്ടെടുക്കാൻ വന്നപ്പോഴേ കർത്താവ് ഏറ്റെടുത്ത ഒരു വിഷയമാണ്. എന്താണ്? നിരപരാധികൾ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ തൻ്റെ റിഡംറ്റീവ് ആയിട്ടുള്ള തൻ്റെ പദ്ധതിപ്പെടുത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് കർത്താവ് ഇവിടെ വന്നപ്പോൾ ഈ റിഡംറ്റീവ് ആക്ഷൻ ഏറ്റെടുക്കാൻ നേരത്തെ കർത്താവ് തെറ്റ് ചെയ്തവരുടെ മാത്രമല്ല എടുത്തത്, തെറ്റുകൾ അവൻ ഏറ്റെടുത്തില്ലേ? ഇപ്പം ഐസയ്യ 53:12 എന്താ പറഞ്ഞത്? നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തതെന്ന് പറഞ്ഞില്ലേ? ശ്രുതികടെ ഹല്ലേലൂയ. ഐസയ്യ 53:12 എന്താ എഴുതിയിരിക്കണത്? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. അപ്പം അവൻ പാപം ചെയ്യാതിരുന്നിട്ട് പോലും പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷേ പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കണത്. പിന്നെന്താണ്? പാപം ചെയ്യാതെ പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പാപം ചെയ്തിട്ടില്ല, പക്ഷേ പാപികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ചിലർ എന്ന് വെച്ചാൽ പറയാം, എൻ്റെ അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ പള്ളിയിൽ പോയി അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചും എനിക്കൊരു ജീവിത പങ്കാളിയെ ചോദിച്ചപ്പോൾ ഞാൻ കർത്താവിനോടെല്ലാം ചോദിച്ച് പ്രാർത്ഥിച്ചാണ് മേടിച്ചത്. പക്ഷേ ഞാൻ അകപ്പെട്ടു പോയിച്ചാൽ ഞാൻ ചോദിച്ചൊക്കെ വെറുതെ ആയിപ്പോയി. ഇയാൾക്ക് വേറെ പെണ്ണുങ്ങളുണ്ടെന്ന് പറയും. ആർക്ക്? ഭർത്താവിനെ. എന്നിട്ട് വാട്സപ്പിൽ എല്ലാം അയാളെ കാണിച്ചിട്ട് അവിടെ ചാറ്റിങ്ങൊക്കെ എന്നെ കാണിക്കും കരഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളോർക്കും ദൈവമേ, 4ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രായമായതിന് ശേഷം ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് പേടിയാണ് ഈ കള്ളുകുടിയന്മാരാ, എനിക്കൊരു നല്ല ആളെ തന്നെ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മുക്കുവെടിനെ കിട്ടും വിചാരിച്ചു. തീർന്നില്ല പരിപാടി. അപ്പം നമ്മൾ പ്രാർത്ഥനയും നിർത്തി. കാര്യം നമുക്ക് ഈ മണം കേൾക്കണതേ വെക്കാനും വരും, സഹിക്കാൻ പറ്റത്തില്ല. നമ്മളത് പറയും, ദൈവമേ എന്ത് തന്നാലും ഒരു കുടിയേറെ തരമെന്ന് പറയും, കുടിയേറെ തരല്ലെന്ന് പറയും. അപ്പോൾ പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ കിട്ടിയ ആളിതാണ്. കിട്ടിയ ആൾ നമ്മൾ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം ചില ആൾക്കാർക്ക് പോകും, ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടം വരും. പ്രാർത്ഥിക്കണേ എന്തിനാണ്? ഞാനിങ്ങനെ യുദ്ധകാലം മുഴുവൻ പ്രാർത്ഥിച്ച് 10-25 കൊല്ലം പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ പണ്ടാരത്തിനെ കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പലതരത്തിലുള്ള നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള സഹനങ്ങൾ അതുകൂടി കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ പാപത്തിൻ്റെ പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അച്ഛനെ മനസ്സിലായത് നിങ്ങൾക്ക്? പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കണത്. ഐസയ്യ 53:12 അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷെ അവൻ പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കണത്. പിന്നെന്താണ്? യോഹന്നാൻ 15:25 എന്താണ്? അവൻ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് വെച്ചാൽ പാപം ചെയ്യാതെ
പാപം ചെയ്ത പോലുള്ള പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുടെ ആത്മദുഃഖങ്ങളും നിന്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് റോമ 6:8 നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞേ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ ഉയർത്തിക്കൊണ്ട് ചിന്താവന പറയുന്നത്, നാം ക്രിസ്തുവോട് ജീവിച്ചെങ്കിൽ മരിച്ചുവെങ്കിൽ, നാം ക്രിസ്തുവോട് മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. ഇടിമുഴങ്ങണ പോലെ പറ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ സഹിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ അടിച്ചു കർത്താവ് കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, രോഗികളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും സ്പർശിക്കണമേ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേ എൻ്റെ മക്കൾ വിചാരിക്കണം, നിന്റെ കർത്താവ് അറിയാതെ അത് സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ല? നിന്റെ കർത്താവ് അറിയാതെ സംഭവിച്ചിട്ടില്ല. എന്താ കാര്യം? അത് 12:7 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിളിക്കപ്പെടുന്നില്ലേ? അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. നിന്റെ വീഴ്ചയെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവവേദലേ ആ വീഴ്ച നിൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് വീഴുന്നെങ്കിൽ അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. എപ്പോഴാണ്? നിത്യതയിലായാലും എഴുന്നേൽപ്പിക്കും. ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള സ്വരുക്കൂട്ടല്ലേ? അതല്ലേ കർത്താവിലൂടെ നമ്മൾ റോമ 6:8 വായിച്ചത് എന്താണ്? ക്രിസ്തുവിനോട് സഹിച്ചെങ്കിലും മരിച്ചെങ്കിൽ അവൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനും മരണമില്ലാത്ത നിത്യത. എൻ്റെ ദൈവത്തെ നീ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കരുതിക്കൂട്ടി ഹീസ് ബ്രിങ്ങിങ് ദ അഡ്വാൻസ് റെമിറ്റൻസ്. നിനക്ക് അത് വലിയ ഭാഗ്യമാണ് മക്കളെ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരമില്ലേ? ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങാൻ പോകണം. ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലത്തിന് ഒത്തിരി ആളുള്ള ഇടിയാണ്. ആ സ്ഥലത്തിന് ഇടിയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ പറയും, സാറേ ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്, ഈ സ്ഥലം പള്ളിയുടെ വാതിക്കലാണ്, ഇവിടുന്ന് പോയാൽ പിന്നെ കിട്ടത്തില്ല, സാറ് തരുമ്പോൾ തന്നാൽ മതി, അഡ്വാൻസ് സ്വീകരിക്കുക. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ പേടിയായി. എന്താ, നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അയാൾ പറയുന്നത് അഡ്വാൻസ് ഒന്നും വേണ്ട, കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തരത്തുള്ളൂ. അയാളുടെ വാക്ക് മാറുവായില്ലെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അഡ്വാൻസ് നേരത്തെ വാങ്ങിക്കണം നല്ലതാണ്. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? നിൻ്റെ ദൈവം നിത്യതയ്ക്ക് വേണ്ടി നിന്നോട് അഡ്വാൻസ് അച്ചാരം നേരത്തെ വാങ്ങിക്കുന്നത് നിന്നെ കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. കൈ അടിച്ച് കർത്താവ് ദൈവദിനം 5:41 നടപടി പുസ്തകം. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി. ദിസ് ഈസ് ദ അപ്പോസ്റ്റലിക് എക്സ്പീരിയൻസ്. എന്താണ് ഏറ്റുപറഞ്ഞ്? നടപടി 5:41 ഏറ്റുപറഞ്ഞ് അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പോയി. എഴുന്നേൽക്കുക. ഒരു വിഷയം
അത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. എന്താണ്? നിത്യതയുടെ അഡ്വാൻസാണത്. അത് നിത്യതയുടെ അഡ്വാൻസാണ്. അപ്പോൾ ഈ ജയിലിൽ വീണ മനുഷ്യൻ ആ ജയം കാരണം കൂടാതെയാണ്. അത് 15-25 അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു, എന്നെ ശിക്ഷിച്ചു. അപ്പോൾ നമ്മളാരായി? കാരണം കൂടാതെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? കർത്താവ്. റോമ 8:6 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ. റോമ 6:8 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നവൻ, മരിക്കുന്നവൻ കർത്താവിൻ്റെ കൂടെ നേടും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആ നേട്ടം ഓർത്തിട്ടാണ് സന്തോഷിച്ചത്. 5:41 നടപടി 5:41 അപ്പോസ്തലന്മാർ അടി കിട്ടിയപ്പോഴെന്താ സന്തോഷിച്ചത്? അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാനത്തുള്ളതാണ്. കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ, വേറെ ആരുടെയും കൂടെയല്ല. നമ്മൾ മക്കളുടെ കൂടെ സഹിക്കും, രാത്രി മുഴുവൻ ഉറക്കം നിന്നിരിക്കും. അവിടെ ആശുപത്രിയിലാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കും, അല്ലേ? നമ്മൾ രാത്രി മുഴുവൻ എത്രയോ 3-4 ദിവസമൊക്കെ ഐസിയുവിൻ്റെ വാതിൽക്കൽ ഇരുന്ന് ഉറങ്ങുന്നില്ലേ? പക്ഷേ കർത്താവിൻ്റെ കൂടെ 3-4 മാസം നീ ഐസിയുവിൻ്റെ പുറത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു നിമിഷം കർത്താവിൻ്റെ കൂടെ നിനക്ക് സഹിക്കേണ്ടി വന്നാൽ നിൻ്റെ ദൈവം നിന്നെ ഓർക്കും, നിത്യത വരെ ഓർക്കും. കൈ അടിച്ച് മതി ദൈവത്തിനെ സ്തുതിക്കട്ടെ. കയ്യൊപ്പ് പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി പ്രകാരമാണ് ഈ കയ്യൊപ്പ് നടക്കുന്നത്. ശരീരത്തിൽ കൈവെക്കുന്നത് ഉടമ്പടി പ്രകാരം. എബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് ജീവിത പങ്കാളിയെപ്പോലും നേടാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ദാസനെ വിടുമ്പോൾ അവൻ ശരീരത്തിൽ കൈവെപ്പിച്ചിട്ടാണ് വിടുന്നത്. വെക്കുമ്പോൾ നീ ചെയ്ത ഉടമ്പടിയെ നീ ഓർക്കണം. നിൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെല്ലാം രോഗങ്ങൾ സൗഖ്യമാകാൻ നിനക്ക് അവകാശമുണ്ട്. കാര്യം എന്താണ്? ഉടമ്പടി നിനക്ക് അവകാശം തന്നിട്ടുണ്ട്. കർത്താവെ, അനേകം മക്കൾ അങ്ങയുടെ തിരുസന്നിധി കൈവച്ച് അവിടെ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞവനെ ആഴപ്പെടുത്തുവാനും വചനമത്സരത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ കൃപയ്ക്ക് അവകാശികളായിരിക്കുന്നവരെ കർത്താവെ, അവിടെ ശരീരത്തിൽ അങ്ങയുടെ നാമത്തിൽ കർത്താവെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ, നിന്റെ തിരുപുറപാടുന്ന വലതുകരം കർത്താവെ അട്ടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ വാസ്തവത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മാരക രോഗങ്ങളെ തീരാവ്യാധികളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, എഴുതിപ്പോയ മത്സര പരീക്ഷ റിസൾട്ട് ചോദിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, അത് നല്ല വാർത്തയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവ് തലയിൽ നിന്നും മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം മുഴുവൻ ചൂടാകുന്നവർ, ഉറക്കം നഷ്ടപ്പെട്ടവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, പാങ്ക്രിയാസ് നീര് കെട്ടിയവർ, കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങിയവർ, ഇങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചൊരു കർത്താവ്, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നിന്നുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ കൂടെ ഓ ദിവ്യകാരുണ്യമേ, ഓ ജീവകാരുണ്യമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വെച്ചിട്ടുള്ള വിഷയങ്ങൾ മുഴുവൻ, എല്ലാ നിയോഗങ്ങളും കർത്താവെ, ജീവിതത്തിനെ ബാധിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവെ ഈ മാസം തന്നെ കർത്താവെ അതിന് മുഴുവൻ ദോഷങ്ങൾ, തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സമാപന ആശീർവാദം. വ്യക്തിപരമായി ഉടമ്പടി എടുക്കാനുള്ളവരും ഇതുവരെ ഉടമ്പടി എടുത്തിട്ടില്ലാത്തവരും ഉടമ്പടി എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ വിഷയം സമർപ്പിക്കും എന്നുള്ളവരെ ഇപ്പോഴത്തന്നെ അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഞാനിവിടെ വിട്ടുപോയി നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴും ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈശോ അത് ആശീർവദിച്ചിട്ട് സത്യമായി ഈ അൾത്താറയിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അനേകം മക്കൾ ലോകത്ത് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ
സാക്ഷ്യം അവസാനിക്കാത്ത അൾത്താരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അമ്മ വഴി ലോകത്ത് ജനതകൾക്കും അതുപോലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവർക്ക് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഒരു കാലത്ത് ഇവിടെ സാക്ഷ്യം പറയാൻ കഴിയും. ഇപ്പോൾ നീ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിൻ്റെ കിട്ടാക്കടങ്ങൾ, മറാരോഗങ്ങൾ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കും. നിൻ്റെ ജീവിതം തന്നെ ഏറ്റെടുത്ത ആളാണ് നിസ്സാരമായ നിൻ്റെ ജീവിത അവസ്ഥകൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് നീ വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായി സ്തുതിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിച്ചുകൊണ്ട് ഭാഷാവശ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം ഈശോ ഇതാ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം. ഓൺലൈൻ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കണം. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിന്റെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുക. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കുമെന്ന് വലിയ ബോധ്യമുണ്ടാകട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടതല്ല ഇതാ നിമികാരുടെ ഈശോ തരികയാണ്. ഓൺലൈൻ ആയിരിക്കുന്ന മക്കള്, ടെലിവിഷൻ ചാനലിന് പ്രാർത്ഥിക്കുന്ന മക്കള്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല. ജോലിയാകട്ടെ, ദുരിതങ്ങളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ, ഈശോ തിരിച്ചു തരികയാണ്. സമസ്തവും തിരിച്ചു തരികയാണ്. ഈശോ ഇതാ നിങ്ങളെ അമ്മ പ്രത്യക്ഷപ്പെട്ട ധാരയിൽ നിന്നുകൊണ്ട് ആശീർവദിക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ തിരുസഭയെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ബഹുമാനോട് ജോസഫ് അച്ഛനെ കൃപയ്ക്ക് മേൽ കൃപ നൽക്. ലോകത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലക്സാണ്ടറിനെ സമർപ്പിക്കുന്നു. കൃപാസനത്തിന്റെ ഓരോ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, യേശുവേ ആരാധന. എന്നുമെന്നും അങ്ങേക്ക് ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ